ഏതായാലും ഇവിടെ നല്ല ശുഭപ്രതീക്ഷയുണ്ട്, നല്ല വിജയമുണ്ടാകും. നിങ്ങളെ പേടിക്കേണ്ട, LDF ജയിക്കും. എല്ലാവരും പറയാം ജയിക്കും. തൃശ്ശൂരിൽ സംശയിക്കാനൊന്നുമില്ല, സുരേഷ് ഗോപി ജയിക്കും. ഇവിടെ കോൺഗ്രസിനാണ് മുൻതൂക്കം. സുനിൽകുമാറിനെ ഉറപ്പായിട്ടും ജയിക്കുള്ളൂ. നമ്മുടെ സുരേഷ് ഗോപി അതാണ് പുതിയ ആളല്ലേ. നമ്മുടെ ചേട്ടൻ ചെയ്യട്ടെ. കെ കരുണാകരൻ്റെ മക്കളെ അവരൊരിക്കലും വളർത്തില്ല. അത് അവർക്ക് എന്നൊരു ഭീഷണിയാണ്. തൃശൂർ ഇത്തവണ ആരെടുക്കും? നരേന്ദ്രമോദി നേരിട്ട് വോട്ട് ചോദിക്കാനിറങ്ങിയ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയോ, CPIയുടെ സ്വന്തം തട്ടകത്തിൽ VS സുനിൽകുമാറോ, തനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ള മണ്ണിൽ കെ മുരളീധരനോ? ഇത് ഞങ്ങളുടെ മാത്രം ചോദ്യമല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന കേരളത്തിലെ എല്ലാ ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നേടി ഞങ്ങൾ ഇപ്പോഴുള്ളത് തൃശ്ശൂരിലാണ്. രാഷ്ട്രീയം പറയാൻ അറിയില്ല, എന്നാൽ സുരേഷ് ഈ വർഷം ജയിക്കുമെന്നാണ് എനിക്ക് 99% തോന്നുന്നത്. ചുരുളാവസ്ഥ കോൺഗ്രസിന് അനുകൂല. പിന്നെ ട്രെൻഡ് ഇവിടെ സുനിൽകുമാറിന്റെ ട്രെൻഡ് തന്നെ, വേറെന്താ. കാര്യങ്ങൾ നന്നായി പോകുന്നുണ്ട്, നല്ല വിജയപ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 8-ാം തീയതി അനൗൺസ് ചെയ്ത് 9-ാം തീയതി വന്നിറങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ഭാഗത്തുനിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷയാണ്. അല്ല, അത് ഇപ്പോൾ BJPയെ നേരിടാനും അതോടൊപ്പം തന്നെ CPM-നെ നേരിടാനും തീർച്ചയായും അത് സന്തോഷം നൽകുന്ന കാര്യം. പ്രതിസന്ധിയിലും ഇറക്കി കളിക്കുന്ന കാർഡാണ് എന്ന് പറയുന്നത്. ഏതായാലും ഇവിടെ നല്ല ശുഭപ്രതീക്ഷയുണ്ട്, നല്ല വിജയമുണ്ടാകും. ഇത് തൃശ്ശൂരിലെ കെ കരുണാകരൻ്റെ വീട്, മുരളി മന്ദിരം. ഇന്ന് ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്നുള്ള വേദിയിൽ വെച്ച് പത്മജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 50ഓളം കോൺഗ്രസ് നേതാക്കൾ BJP അംഗത്വം സ്വീകരിക്കുകയാണ്. ഞാനിവരോടൊക്കെ ആരോടും ഞാൻ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അവർക്കൊക്കെ എൻ്റെ കൂടെ നിൽക്കണം. കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു തണലായിരുന്നു ഇവിടെ. അത് പോയപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല ഇത്തമാതിരി ഒരു ഫീലിംഗ്. അങ്ങനെ അവരെല്ലാം കൂടി, പിന്നെ മുൻ മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്. കെ കരുണാകരനുമായിട്ടും BJPക്ക് ആത്മബന്ധം പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ കെ മുരളീധരൻ ഇങ്ങോട്ട് കടത്താൻ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരാനും താല്പര്യം കാണിച്ചിരുന്നില്ല. ഇപ്പം ഞങ്ങളുടെ കൂടെ വരാൻ കെ കരുണാകരൻ്റെ ആത്മാവും ആ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളും വന്നപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള എല്ലാ അർത്ഥതലങ്ങളിലും സ്വാതന്ത്ര്യമുണ്ട്. കെ കരുണാകരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് വിചാരിക്കുന്നു? അല്ല, എൻ്റെ പിതാവ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ആളാണ്. മനസ്സിലായോ? BJP ചേരുമായിരുന്നു എന്നാണോ? BJP ചേരുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഏറ്റവും എതിർത്തിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് കൈ കൊടുത്തിരുന്നു ഒരിക്കൽ. അന്ന് ഞാൻ പോയിരുന്നില്ല ആളുടെ കൂടെ, എല്ലാം സഹിച്ച് ഇവിടെ നിന്ന ആളാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇതോ ഒന്നും ഇവർക്കില്ല നമ്മുടെ അടുത്ത്. അച്ഛൻ മരിച്ചോടി പിന്നെ ചവിട്ടിക്കൂട്ടൽ അങ്ങോട്ട് തുടങ്ങി. സംശയമൊന്നുമില്ല, പത്മജ വേണുഗോപാലിൻ്റെ പാതയിലൂടെ ആയിരിക്കും കെ മുരളീധരന് ഞങ്ങളുമായിട്ട് അടുക്കാൻ സാധ്യത. സംശയമൊന്നുമില്ല, കാരണം കോൺഗ്രസ്സിൽ ഭാവിയില്ല. പത്മജ BJP പോയി, കെ മുരളീധരനെ വിജയിപ്പിച്ച് വിട്ടാൽ അടുത്ത് BJPയിലായിരിക്കും കാണുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പറഞ്ഞ് സ്ഥിരം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കും. അതായത് ഇവിടെ കഴിവണ്ണൂർ ബാങ്കിൻ്റെ തകർച്ച മുതൽക്ക് ഇവിടെ CPM-ഉം BJPയുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടുണ്ട്. അത് മറച്ചു വയ്ക്കാനാണ് ഈ പ്രചരണം. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇനി BJPയിൽ ചേരുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചേട്ടന് ഒരു അനിയത്തിക്ക് കൊടുക്കാനുള്ള രാഷ്ട്രീയ സന്ദേശം എന്താ? ഈ ചതിക്കുഴിയിൽ വന്ന് വീഴണ്ടായിരുന്നു. അതിലെനിക്കൊരു അനിയത്തി എന്നുള്ള നിലയിൽ വിഷമമുണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ട് ആലോചിക്കുമ്പോൾ അങ്ങോരൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിക്കും. കെ മുരളീധരൻ മനസ്സിലാക്കാത്തൊരു കാര്യം, കെ കരുണാകരൻ്റെ മക്കളെ അവരൊരിക്കലും വളർത്തില്ല. അത് അവർക്ക് എന്നൊരു ഭീഷണിയാണ്. എങ്ങനെയുണ്ട് സുനിലേട്ട കാര്യങ്ങളൊക്കെ? ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മുന്നേറ്റമാണ്. മുഖ്യ എതിരാളി ആരാ? അത് UDF തന്നെയല്ല. അവിടുത്തെ 2ാം സ്ഥാനം UDF തന്നെയാണ്. രാഷ്ട്രീയമായി നമ്മുടെ എതിരാളി BJP അല്ലേ.
അതിൽ സംശയമില്ല. പക്ഷേ ഇവിടുത്തെ വോട്ട് പാറ്റേണൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ LDFും UDFും തമ്മിൽ തന്നെയാണ് നേരിട്ടുള്ള മത്സരം. കരിവന്നൂരൊക്കെ പ്രധാന പ്രചരണ വിഷയമാണ് BJPയുടെ. ആയിക്കോട്ടെ, ഇത് ബാങ്ക് ഇലക്ഷൻ അല്ലല്ലോ, ലോക്സഭ ഇലക്ഷൻ അല്ലേ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 മണ്ഡലം ഞങ്ങൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പിന്നെ നിങ്ങളിവിടുത്തെ 98% പഞ്ചായത്തുകളും LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. ഇരിങ്ങാലക്കുട ഒഴികെയുള്ള എല്ലാ മുനിസിപ്പാലിറ്റിയും LDF ആണ്. തൃശ്ശൂർ കോർപ്പറേഷൻ LDF ആണ്. ബ്ലോക്ക് പഞ്ചായത്ത് LDF ആണ്. ജില്ലാ പഞ്ചായത്ത് LDF ആണ്. അപ്പോൾ 2019 ഉണ്ടായിട്ടുള്ളത് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ സാഹചര്യം എന്തായാലും ഇപ്പം ഇല്ല, ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ ഇലക്ഷനിൽ നിങ്ങൾ പേടിക്കേണ്ട, LDF ജയിക്കും. എല്ലാവരോടും പറയാം, VS കുമാർ ജയിക്കും. തൃശ്ശൂരിൽ സംശയിക്കാനൊന്നുമില്ല, സുരേഷ് ഗോപി ജയിക്കും. സുരേഷ് ഗോപി ജയിക്കും. ഇവിടെ MV ഗോവിന്ദൻ്റെ പ്രസ്താവന നമ്മൾ വളരെ കരുതലോടെ കാണണം. കരിവന്നൂരിൽ വന്ന് നരേന്ദ്രമോദി താമസിച്ചാലും സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ MV ഗോവിന്ദൻ്റെ മനസ്സിൽ എന്തോ ലക്ഷ്യമുണ്ട്. സുരേഷ് ഗോപി ഉറപ്പാണ്. തൃശ്ശൂർ ചോദിച്ചാൽ കൊടുക്കാൻ ഇഷ്ടംപോലെ അമ്മമാരുണ്ട്. വേണമെന്ന് പറഞ്ഞാൽ അമ്മമാരെയാണ് ഇപ്രാവശ്യം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ പോകുന്നത്. ഇതുമാതിരിയുള്ള പരിസരമുള്ള തൃശ്ശൂർ എടുക്കുന്നവർ സുരേഷ് ഗോപി എന്ന് എടുക്കാൻ പോണില്ല. കമ്മ്യൂണിസ്റ്റിന്റെ നാടല്ലേ, കിട്ടാൻ പോണില്ല. ഈ വർഷം സുരേഷ് ഗോപിയുടെ ജയിക്കാനുള്ള 100% ചാൻസ് ഉണ്ട്. കാരണം സുരേഷ് ഗോപി ജയിപ്പിക്കാൻ ഇവിടെ ആൾക്കാർ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാലും ഒരു ബസ്സിൽ കയറിയാലും ഒരു കടല വിൽപ്പനക്കാരനോടോ ഒരു ലോട്ടറി കച്ചവടക്കാരനോടോ നിങ്ങൾ ഇവിടെ ആരോട് ചോദിച്ചാലും സുരേഷ് ഗോപി ജയിക്കുന്നേ പറയുള്ളൂ. അതെന്താണെന്ന് അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇവിടെ ജയിക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം. കാരണം മോദി സർക്കാർ പാർട്ടി പറയല്ല, ഇവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി പൈസ ഇട്ട് കളിക്കും. ഇവിടെ മുരളീധരൻ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതിൽ ചൂടല്ല, നല്ല ചൂടല്ല, മൊത്തത്തിൽ ചൂടല്ല. അതുകൊണ്ടാണ്, കാരണം അത് ഇലക്ഷനെ ബാധിക്കില്ല. LDF മാത്രമാണ് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വം സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നത് കേരള ജനതയ്ക്ക് ശക്തമായി ബോധമുണ്ട്. ഇവിടെ ഒരാൾ മാറ്റം വരണ്ടേ, അപ്പൊ നമ്മുടെ പുതിയ ആള് ചെയ്യട്ടെ. നമ്മുടെ സുരേഷ് ഗോപി അതാണ് പുതിയ ആളല്ലേ, നമ്മുടെ ചേട്ടൻ ചെയ്യട്ടെ. സുനിൽകുമാർ തന്നെ ഉറപ്പായിട്ടും ജയിക്കുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട്. എന്താ ഏട്ടാ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? സുനിൽകുമാർ 3ാം സ്ഥാനത്ത് വരുന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. കാരണം പണ്ടത്തെ വിദ്യാഭ്യാസമല്ലോ, ഇപ്പൊ ജനങ്ങൾക്ക് നല്ല സാക്ഷരത ഉണ്ടല്ലോ. അപ്പൊ ഇവരെ പറഞ്ഞയക്കുമ്പോ എന്തിനാണ് ഇവരെ പറഞ്ഞയക്കുന്നതും കൂടി ചിന്തിക്കില്ലേ? അവസാനത്തെ ബെഞ്ചിൽ നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. ആര് ജയിക്കണം? സുരേഷ് ഗോപി ജയിച്ചാലേ അവിടെ ഭരണം മാറില്ല എന്നുള്ള കാര്യം. 415 സീറ്റ് ഇപ്പോ സർവേയിൽ പറയുന്നുണ്ട്. ഞാൻ ചേട്ടൻ കതറിട്ട് കണ്ടപ്പോ കോൺഗ്രസ് ഞാൻ കതറിടും. ശരി, മനസ്സിലായ മുരളിക്കാണ് സാധ്യത കൂടുതലാ. ഇവിടെ കോൺഗ്രസിനാണ് മുൻതൂക്കം. സുനിൽകുമാർ ആണോ? ആയിരിക്കും. സുനിൽകുമാർ ജയിക്കോ? അങ്ങനെ തോന്നിയത് ചോദിച്ചാൽ എനിക്കാളെ ഇഷ്ടമാണ്, അതുകൊണ്ട്. മുരളീധരനും സുനിൽകുമാറിനും ഈക്വൽ ഇതാണ് ചാൻസാണ്. രണ്ടിലാരെങ്കിലും ഒരാൾ തൃശ്ശൂർ ജയിക്കും. ട്രെൻഡ് എന്താ ഇവിടെയൊക്കെ? ആര് ജയിച്ചാലും നമുക്ക് കാര്യമില്ല. എല്ലാവരും ഓരോ തന്നെ പോകും. ആ പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുക, നമ്മൾ ജയിക്കുക. ജയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഗുണം നമുക്ക് സാധാരണക്കാരായി നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും. പുതിയ തലമുറയ്ക്ക് ഒരു രാഷ്ട്രീയത്തോട് വിശ്വാസമില്ല. പലയിടത്തും പോയി ചോദിക്കുമ്പോൾ നമ്മൾ അവര് പഴയ തലമുറയെ കുറിച്ച് അല്ലെങ്കിൽ പഴയ കഷ്ടപ്പാടുകളെ കുറിച്ച് അവർക്ക് അറിയില്ല. ഏത് നിലയ്ക്കാണ് നമ്മളിങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് അറിയില്ല. ഇന്നത്തെ ഈ മൊബൈലും മറ്റേത് മാത്രമാണ് അവർക്ക് അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നാക്കം ചിന്തിക്കണം. സുരേഷ് ഗോപി ഒന്ന് വിളിച്ചു നോക്കിയാ? സുരേഷ് ഗോപിയുടെ പ്രശ്നം ഈ പറഞ്ഞ ഇന്നലെ നിങ്ങൾ വിളിച്ചില്ലേ, ആളുകൾ പറഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് റെസ്റ്റാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് ചൂടും ഭയങ്കര പ്രശ്നമാണ്. പാലക്കാട് നിങ്ങൾ അനുഭവിച്ച പോലെ തന്നെയാണ് തൃശ്ശൂരും. പിന്നെ നമ്മൾ കാണുന്ന ആളുകളൊക്കെ സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വടക്കുന്നാഥന്റെ ഉന്നം പോയപ്പോഴാട്ടോ ഒരുപാട് പേര് സുരേഷ് ഗോപി. ഇത് ഒരു ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഒരു അഭിപ്രായമാണോ? എന്റെ മണ്ഡലത്തിൽ പൊതുവെ എങ്ങനെയാടാ? പൊതുവിലൊരു സാധനം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടല്ലേ, നമ്മളിപ്പം
തൃശ്ശൂർ ടൗണ് ആണ് എല്ലാവരും കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം. അവിടെ വന്നു കഴിഞ്ഞാൽ പൊതുവിൽ BJP കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡ് ഉള്ള സ്ഥലമാണ്. അവിടെ സുരേഷ് ഗോപി, പ്രത്യേകിച്ച് സുരേഷ് ഗോപി, സ്ത്രീകളും ഭയങ്കര ഒരു ആരാധന അല്ലെങ്കിൽ ഒരു സിനിമാ താരം എന്നുള്ള സാധനമൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോഴും നമ്മൾ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ ബാക്കി 6 മണ്ഡലം കൂടി ഉണ്ട്. അവിടേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിപ്പോ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെ നമുക്ക് കുറച്ച് പേരെ കണ്ടതുകൊണ്ടൊന്നും ശരിക്കും മനസ്സിലാവില്ല. പരന്ന് കിടക്കല്ലേ, നമുക്ക് അതുകൊണ്ട് ഒരു അസസ്മെന്റിൽ എത്താൻ പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോ സുനിൽകുമാറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, പ്രായഭേദം എല്ലാ ആളുകളും, ചെറുപ്പക്കാരുണ്ട്, ഇപ്പൊ നമ്മൾ ചെറിയ പെൺകുട്ടികളെ കണ്ടു, പ്രായമുള്ള വല്യമ്മമാരെ കണ്ടു. എല്ലാവരും ആ തരത്തിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അത് CPIയുടെ ഒരു ഇവിടെ ഈ മണ്ഡലത്തിലുള്ള ഗുണമാണ്. ഈ അന്തിക്കാട് അല്ലെങ്കിൽ CPIയുടെ കോർ വോട്ട് എന്ന് പറയുന്ന അവരുടെ പഴയ കാലം മുതൽ CPIക്കാരായിരുന്നു, ഇപ്പോഴും വളരെ കൃത്യമായ കോർ വോട്ട് നന്നായിട്ട്. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഫൈറ്റ് ഇപ്പം സുനിൽകുമാർ വേഴ്സസ് സുരേഷ് ഗോപിയായി മാറുന്നുണ്ടല്ലേ. ആ തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മള് ജയിക്കും. നമ്മളെന്ന് വെച്ചാ കമ്മ്യൂണിസ്റ്റ് ജയിക്കും. എന്താ അങ്ങനെ പറയണേ? അങ്ങനെ പറയുള്ളൂ. ആണോ? ജനനം തൊട്ട് ഇതുവരെ എത്തിയില്ല. ആണോ? മോഡി വന്നതിന് എത്ര ആൾക്കാർ പൗരത്വം വരെ വേണ്ടെന്ന് വെച്ചിട്ട് പോണ ആൾക്കാർ. അപ്പോൾ ആ രീതിയിൽ ആൾക്കാർ ചിന്തിക്കും, പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ച് ജയിക്കും. ജനഹൃദയങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കണം UDF. തൃശ്ശൂര് ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും, ത്രികോണ പോരാട്ടം എന്നൊക്കെ പറയാം. കാരണം അത്രയും കോമ്പറ്റീഷനാണ് പറയാലോ. ഇപ്പോൾ നാഷണൽ ലീഡേഴ്സൊക്കെ കണ്ടിന്യൂസ്ലി വരുന്നൊരു മണ്ഡലമാണ് തൃശ്ശൂർ. ഇപ്പോൾ ഇന്നലെ DK ശിവകുമാർ വന്നു, പിന്നെ മോദി വന്നിരുന്നു, പിന്നെ ഇവിടെ ഖാർഗെ വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നാഷണൽ ലീഡേഴ്സ് മുഴുവൻ വരുന്നുണ്ട്. ചാൻസ് ഡിപ്പെൻസ്. പെട്ടെന്നാണല്ലോ ഇക്വേഷൻ മാറിയത്. മുരളീധരൻ്റെ വടകര എന്നുള്ളൊരു വരവ്, സുരേഷ് ഗോപി ആയാലും മൊത്തത്തിൽ ഒരു ഇക്വേഷൻ ഭയങ്കര മാറി മറിഞ്ഞിരിക്കുകയാണ്. സുനിൽകുമാറിനെ പോലെ ഒരു ജനകീയതയുള്ള ആളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വല്ലാത്തൊരു തരം ഇക്വേഷനാണ്, ജനങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. മാറ്റി ചെയ്യാന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട്. കുടിക്കണ വെള്ളം പോലും തരുന്നില്ല. അപ്പൊ പിന്നെ ആണോ? ജയിക്കൂലേ സുരേഷ് ഗോപി? ഞാൻ കയ്യണേ. അതായത് K മുരളീധരന് വോട്ട് ചെയ്യും, പക്ഷെ ജയിക്കുന്നത് സുരേഷ് ഗോപി ആയിരിക്കും എല്ലാവരും പറയണ്ടേ, എനിക്കറിയില്ല. ഞാനൊരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഒരാളല്ല, പക്ഷെ എന്നാലും ഇതുവരെയുള്ള ഭരിക്കുന്ന പാർട്ടിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു മതത്തിൽ പള്ളിയിൽ പോകാനായാലും അമ്പലത്തിൽ പോകാനായാലും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് എന്ത് ഫുഡ് കഴിക്കാനാണെങ്കിലും നാളെ നമ്മുടെ ഭാവിയിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അതിനെ നമ്മള് വലിയൊരു ഒരാള് വരണം. സുനിൽകുമാർ സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പേഴ്സണലായിട്ട് മുന്നിന് വേണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ തോന്നണില്ല എനിക്ക്. ഇല്ലെങ്കിൽ ആൾക്കും വരാറുന്ന പള്ളിയിലെ കുർബാനയ്ക്കും അവസാനം കൂടാനും ഇതെല്ലാത്തിനും അതിന്റെ ഒന്നും ആവശ്യമില്ല. സോ അറിയില്ല, ജനങ്ങൾ എന്ത് തീരുമാനിക്കണം തന്നെ വരട്ടെ. ഉള്ളിന്റെ ഉള്ളില് അങ്ങനെയാണ് ആഗ്രഹം. ഇടത്തോട്ടാണ് ആഗ്രഹം. ഇടത്തോട്ട് ആഗ്രഹമൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു മതവും ഇതൊന്നും ഇല്ലാണ്ട് ഒരു ജനങ്ങളായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് അതാണല്ലോ. പ്രത്യേകിച്ച് ഒരാളിനെ തലയിൽ എടുത്തേക്കേണ്ട ഒന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ട ഒന്നാണ്. ഇന്ത്യയിലില്ല പഠിച്ച് വോട്ട് ചെയ്യണവര്, അതുകൊണ്ട് മീഡിയക്കാർ പറയുന്നതും സ്ഥാനാർത്ഥി പറയുന്നതും കേട്ടിട്ട് വോട്ട് ചെയ്യാൻ അങ്ങനെയല്ല വേണ്ട. പഠിച്ച് വോട്ട് ചെയ്യണം, അങ്ങനെയല്ല വേണ്ട. തൃശ്ശൂരിലെ ഏറ്റവും വലിയ മത്സരം നടക്കാറുള്ളത് ഇവിടെയാണ്, തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ. ഈ വരുന്ന 19-ന് ഇവിടെ അതേ മത്സരം നടക്കും. പക്ഷേ അതിലും വലിയ ജനാധിപത്യത്തിന്റെ പൂരം നടക്കാൻ പോകുന്നത് ഈ 26-നാണ്. എന്തും സംഭവിക്കാം. ഇനി കാണാം ചാലക്കുടിക്ക്. Ignite your career with Missile Women of India, Nurul Islam Center for Higher Education. Al Muqtadar Jewellers. 0% പണിക്കൂലി, 100% സന്തോഷം.